السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساهل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 12-ാമത് ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും കാവലും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു സാലിഹായ കർമ്മമായി റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരി സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമയുടെ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളും അദ്ദേഹം പ്രവാചകനാകുന്നതും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ച് പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കുറെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. നിങ്ങളെ ഒരു പ്രവാചകനായി അള്ളാഹു നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഏതാനും ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നയിച്ചു. അതിന് മറുപടിയാണ് ഇവിടെ ഈ ആയത്തുകളിലൂടെ 36-ാമത്തെ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നതുകൊണ്ട് മറ്റ് ആമുഖങ്ങളൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ആ ആയത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, ഏ മൂസ, നീ ചോദിച്ചത് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഖദ് ഊതീത സുഅലക യാ മൂസ വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റ. മറ്റൊരിക്കലും നിനക്ക് നാം അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. അതായത് നിന്റെ മാതാവിന് ബോധനം നൽകപ്പെടേണ്ട കാര്യം നാം ബോധനം നൽകിയ സന്ദർഭത്തിൽ ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ. ഖാല അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. ഒരു പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലക്രിയ. ഖദ് തീർച്ചയായും, കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥത്തിലാണ് അത് വരിക. ഭൂതകാലക്രിയയുടെ മുമ്പിൽ ഖദ് എന്ന് വന്നാൽ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അവ്യയമാണ് ഖദ് എന്നുള്ളത്. ഊതീത നിനക്ക് നൽകപ്പെട്ടു. നൽകപ്പെട്ടു എന്ന പാസീവ് വോയിസിന്റെ കർമ്മണി പ്രയോഗത്തിന്റെ അതിൽ ത എന്ന അവസാനം വന്നു നീ എന്നർത്ഥം വരുന്ന ഒരു സർവനാമം അതിന്റെ കൂടെ വന്നിരിക്കുന്നു. അപ്പൊ നിനക്ക് നൽകപ്പെട്ടു. സുഅലക, സുഅലുൻ ചോദ്യം, ആവശ്യം. സുഅലക
നിന്റെ ആവശ്യം, ക നിന്റെ, യാ മൂസ ഹേ മൂസ. വലക്കത് വീണ്ടും, വലക്കത് വീണ്ടും കതിന്റെ കൂടെ ലായും കൂടെ ചേർന്ന് വന്നിരിക്കുന്നു. വ എന്ന് പറഞ്ഞാൽ കൂടാതെ, ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും, കത് എന്ന് പറഞ്ഞാലും തീർച്ചയായും. അപ്പൊ ഈ മൂന്ന് വാക്കും കൂടെ, മൂന്ന് സംഗതി കൂടെ ചേർന്ന് വന്നിട്ട് ശക്തമായ ഒരു ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എന്നെന്താ? മനന്ന, നാം മിന്നത്ത് നൽകിയിരിക്കുന്നു. മന്ന അനുഗ്രഹം ചെയ്തു. മനന്ന നാം അനുഗ്രഹം ചെയ്തു. നാം, അലൈക്ക നിന്റെ മേൽ, അല മേൽ, ക നിന്റെ, അലൈക്ക നിന്റെ മേൽ. മറത്തൻ ഒരു പ്രാവശ്യം, മറത്തൻ പ്രാവശ്യം. ഉഹ്റ മറ്റൊന്ന്, വേറൊരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് നാം തീർച്ചയായും അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കത് കാല കത് ഊത്തീത്ത സുലക യാ മൂസ. മൂസ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവനും, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുഴുവനും നാം ഇതാ അത് ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നാം അത്, നിങ്ങൾ എന്താണ് ചോദിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റു തവണയും നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എപ്പോഴാണത്? ഇത് സന്ദർഭം, ഭൂതകാലത്തെ ഒരു പ്രത്യേക സമയത്തെയോ സംഭവത്തെയോ സൂചിപ്പിക്കുന്ന ഒരു പദാണ് ഇത് എന്നുള്ളത്. മുമ്പെപ്പോഴോ കഴിഞ്ഞു പോയ, മുമ്പെപ്പോഴോ ഏതോ സന്ദർഭത്തിൽ എന്ന് പറയാനാണ് ഇത് എന്ന് ഉപയോഗിക്കുന്നത്. ഔഹൈന, നാം ദിവ്യ ബോധനം നൽകി, നാം വഹയ്യ് നൽകി. ഔഹ എന്ന ഒരു പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയയുടെ കൂടെ നാ എന്ന കർത്താവ് ചേർന്നു. നാം നൽകി. ഇലാ ഉമ്മിക്ക, നിന്റെ ഉമ്മാക്ക്. ഇലാ ഉമ്മിക്ക, അങ്ങനെ മൂന്ന് വാക്കുകൾ. നിന്റെ ഉമ്മക്ക്. മാ യൂഹ, മാ നിർണ യാതൊന്ന്. യൂഹ ബോധനം നൽകപ്പെടുന്നു, വഹി നൽകപ്പെടുന്നു. ഔഹ വഹി നൽകി. യൂഹ വഹി നൽകപ്പെടുന്നു. ഒരു പ്രസന്റ് ടെൻസ്, വർത്തമാനകാല ക്രിയ. അതിനെ കർമ്മണി പ്രയോഗം അഥവാ പാസീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ഔഹൈന ഇലാ ഉമ്മിക മാ യൂഹ, നിങ്ങളുടെ ഉമ്മക്ക് നാം പ്രത്യേകമായ ചില ബോധനം, ചില വഹിയുകൾ നൽകിയ സന്ദർഭത്തിൽ. ഇത്രയാണ് അതിലുള്ള വാക്കിന്റെ അർത്ഥം. ഇവിടെ എന്താ അള്ളാഹു പറഞ്ഞത്? മുസാ നബി അലൈഹിസ്സലാമക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ കേൾപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് പ്രവാചകത്വം ലഭിച്ച ശേഷം അതീവ ഗൗരവമേറിയ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നു എന്ന സ്നേഹനിർഭരമായ ഒരു മറുപടിയും ഓർമ്മപ്പെടുത്തലുമാണ് ഈ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. മൊത്തത്തിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആഴവും അവന്റെ പദ്ധതികളുടെ സൂക്ഷ്മതയും ഒക്കെ ഈ ആയത്തുകളിലൂടെ നമ്മൾ ചെറുങ്ങനൊന്ന് കണ്ടോടിച്ചു പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുസാ നബി 10 ആവശ്യങ്ങൾ ഉന്നയിച്ചല്ലോ അള്ളാഹുവിന്റെ മുമ്പിൽ. ആ ആവശ്യങ്ങൾ മുഴുവനും ഞാൻ കേട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതേപോലെ നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നുണ്ട്. എന്ത്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. കുറെ ആളുകളുടെ കഥകൾ ഖുർആൻ പറയുന്നിടത്ത്, അവരുടെ പ്രാർത്ഥനകൾ എടുത്തു പറയുന്നിടത്ത്, പ്രത്യേകിച്ച് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബിയുടെ കഥ പറയുന്നിടത്ത്, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അദ്ദേഹത്തെ ആ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് ഫസ്തജബ്ന, നാം ജവാബ് നൽകുകയും ചെയ്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ,
അപ്രകാരമാണ് മുഅ്മിനുകളെ നാം രക്ഷപ്പെടുത്തുകട്ടോ. അപ്പൊ നമ്മളോട് ആ സംഭവം പറഞ്ഞുകൊണ്ടും അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തും കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകുകയും ചെയ്യും എന്ന് നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇത് എന്ന പദം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഉറപ്പിച്ചു പറയാൻ ഉപയോഗിക്കുന്നതാണ്. നീ ചോദിച്ച കാര്യങ്ങൾ നിനക്ക് നൽകാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. ഡൺ, അത് നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഇവിടെ വെച്ച് ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്ക് മുഴുവനായി നാം ഇതാ ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയാണ്. നിനക്ക് നാം ഉത്തരം നൽകാമെന്നല്ല, കത് ഉത്തീത്ത കത് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും നിനക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു സന്ദേശം മൂസാ നബി അലൈഹിസ്സലാമയുടെ ഹൃദയത്തിന് നൽകുന്ന സമാധാനവും അദ്ദേഹത്തിന്റെ ഉറപ്പും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകുന്ന ആ ശക്തിയും ഒക്കെ വളരെ വലിയതാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം 8 ആവശ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞില്ല, ആ 8 ആവശ്യങ്ങൾക്കും ഉത്തരം നൽകപ്പെട്ടു എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ചോദിച്ച ഈ 8 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് നാം ഉത്തരം നൽകി കഴിഞ്ഞു, സംശയിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അടുത്ത ആയത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ചോദിക്കാത്ത വേറെയും 8 ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ 8 ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് നൽകിയവനാണ് നാം എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അത് സംബന്ധമായിട്ട് വിശദീകരണം വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞില്ല. നാവിന്റെ കട്ടഴിച്ചു കൊടുക്കാൻ, സഹോദരനെ തുണയാക്കാന്, ദൗത്യം എളുപ്പമാക്കാന്, അങ്ങനെ എല്ലാറ്റിനെ പറ്റിയും അള്ളാഹു പറഞ്ഞത് ചോദ്യങ്ങൾ എന്നൊന്നും പറഞ്ഞില്ല. അള്ളാഹു നിന്റെ ചോദ്യം, ഒറ്റ വാക്കിൽ നിന്റെ ചോദ്യം, സുഅലൻ എന്ന ചോദ്യം, നിന്റെ ചോദ്യം, അതിന് നിങ്ങൾക്ക് നാം ഉത്തരം നൽകി എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഓരോന്നോരോന്ന് വേർതിരിച്ച് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യാണിത്. എത്ര വലിയ ആവശ്യങ്ങളാണെങ്കിലും അവയെല്ലാം ഒരുമിച്ച് നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ 100,000 വിഷയങ്ങൾ ഒന്നിച്ച് അല്ലെങ്കിൽ പലതവണയായി അള്ളാഹുവിനോട് ചോദിച്ചാലും, അള്ളാഹുവിന് അല്ലെങ്കിൽ 100 കൂട്ടം ആളുകൾ 100 കൂട്ടം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാലും ആ കാര്യങ്ങൾ ഓരോന്നും ഒറ്റയടിക്ക് നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാണ് പടച്ചറപ്പ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം നമ്മെ അതിനിടയാക്കുന്നുണ്ട്. താബി പണ്ഡിതനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദാസന് പ്രാർത്ഥിക്കാൻ അവസരം അയാളുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് അവൻ ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ, ഒരാവശ്യം ഉണ്ടാകുമ്പോ ആണല്ലോ നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഉണ്ടാകുമ്പോ ആണല്ലോ പടച്ചോന്റെ അടുക്കിലേക്ക് നമ്മൾ പോവുക. അങ്ങനെ ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത്, അങ്ങനെ അവസരം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, അത് പടച്ചോന് ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അള്ളാഹു നമുക്ക് ഉത്തരം നൽകാൻ, അള്ളാഹു നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ കടന്നു പോകുന്നത് എന്നാണ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാതിരിക്കണം. കാരണം എന്താ? റബ്ബായിട്ട് നമുക്ക് ഒരുക്കി തന്നതാണ്. ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചതാണ്. കൈ നീട്ടിയിരിക്കുകയാണ്. ഉത്തരം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് നമുക്കതിന്റെ ഒരു അവസരം കിട്ടിയത് എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഹൃദയത്തിൽ ഈ ഒരു പ്രാർത്ഥനകൾ, അതിന് അള്ളാഹു നൽകുന്ന ഉത്തരങ്ങൾ, അത് വലിയ സന്തോഷം ലഭ്യമാകുന്ന ഒരു കാര്യമാണല്ലോ. ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഈ 8 ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള
ഒരു അവസരം മൂസാ നബിയുടെ ജീവിതത്തിൽ, ഞാൻ നേരത്തെ 10 എന്ന് പറഞ്ഞു പോയോ തുടക്കത്തിൽ എന്നൊരു സംശയമുണ്ട്. 8 ആവശ്യങ്ങളെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ? ഈ പ്രാർത്ഥന ആരാണ് അള്ളാഹു ആ മൂസാ നബിയുടെ മനസ്സിൽ തോന്നിച്ചത്? അള്ളാഹു തോന്നിച്ചു കൊടുത്തതാ. ഇങ്ങനെയൊക്കെ നീ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മൂസാ നബി അലൈഹി സ്വലാം, അല്ലെങ്കിൽ അള്ളാഹു ആ മൂസാ നബിയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സാധിച്ചതാണ്. പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാമക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിനെ സംബന്ധിച്ച് പറയുമ്പോ, അല്ലെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാമയും അതേപോലെയുള്ള പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ വിഷയം പറയുമ്പോ നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് കൃത്യമായി ഉത്തരം നൽകാത്തത്? എന്തുകൊണ്ടാണ് നൽകപ്പെടാത്തത്? ഒരു സംശയം ഉണ്ടാവും. ഞാൻ കുറെ കാലമായല്ലോ ദ്വാ ചെയ്യുന്നു. അതിന് പല വിധത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. 3 നിലക്കാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞതറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന് അതിന് വിഘാതം നിൽക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും വസ്ത്രത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഹലാലിന്റെയും ഹറാമിന്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഹസനുൽ ബസരി റഹിമഹുല്ലാ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോ അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, യാ അബാ സഈദ്, ഹസനുൽ ബസരിയെ വിളിച്ചുകൊണ്ട് അബാ സഈദ് എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാലനാ നദൂ ഫലാ യുസ്തജാബു ലനാ, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ദുആകൾക്കൊന്നും ഉത്തരം കിട്ടാത്തത്? എന്താ പടച്ചോൻ കേൾക്കാത്തത്? അപ്പൊ അതിന് അദ്ദേഹം 10 കാരണങ്ങൾ പറയാണ്. എല്ലാം കൂടെ പറയാൻ സമയമുണ്ടോന്ന് അറിയില്ല, പെട്ടെന്ന് കേട്ടുപോവുക. നിങ്ങൾ ശ്രദ്ധിക്കലി അന്ന ഖുലൂബക്കും മാതത് ബിഅശറത്തി അശിയാ. കാരണം എന്താ അറിയോ? 10 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം മരിച്ചു പോയിരിക്കുന്നു. 1, അറഫ്തുമുല്ലാഹ വലം തുഅദ്ദു ഹഖ്ഖഹു. കുഴപ്പമില്ല, ഞാൻ അറബി ഈ സ്ലൈഡിലുണ്ട്, അടുത്ത സ്ലൈഡ് അതിന്റെ കംപ്ലീറ്റ് മലയാളം ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ നോട്ട്സിലിട്ടോ. അറഫ്തുമുല്ലാഹ വലം തുഅദ്ദു ഹഖ്ഖഹു. 1 എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞു, പക്ഷെ അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങൾ നിങ്ങൾ ചെയ്തു വിട്ടിട്ടില്ല. 2, ഖറഅതും കിതാബ് അല്ലാഹി വലം തഅമലു ബിഹി. അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. 3, ഇദ്ദഅയ്തും ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തും സുന്നത്തഹു. അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് മഹബത്ത് ഉണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു, പക്ഷേ ആ പ്രവാചകന്റെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. 4, ഇദ്ദഅയ്തും അദാവത്ത ശയാത്തീൻ ശൈത്താൻ വവഫഖ്തുമുഹു. പിശാച് നിങ്ങളുടെ ശത്രുവാണ് എന്നാണ് നിങ്ങളുടെ വാദം, പക്ഷേ ആ പിശാചിനോട് എല്ലാ നിലക്കും നിങ്ങൾ യോജിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 5, ഖുൽതും ഇന്നകും തുഹിബ്ബൂനൽ ജന്ന വലൻ തഅമലൂ ലഹാ. നിങ്ങൾക്ക് സ്വർഗമേറെ ഇഷ്ടാണ്, അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അതിനൊന്നും ചെയ്യുന്നില്ലല്ലോ കാര്യമായിട്ട്. 6, ഖുൽതും ഇന്നകും തഖാഫൂന അന്നാറ വലൻ തഹ്റുബൂ മിൻഹാ. നരകത്തെ നിങ്ങൾക്ക് ഭയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് ഓടി അകലാനുള്ള എന്ത് വിഷയമാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്? 7, ഖുൽതും മിന്നൽ മൗത്ത് ഹഖ്ഖുൻ വലൻ തസ്തഇദ്ദു ലഹു. നിങ്ങൾ സാധാരണ പറയുന്നുണ്ട് മരണം എന്നത് സുനിശ്ചിതമാണ്, അത് വരാതിരിക്കില്ലട്ടോ, ഉറപ്പാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഒരുക്കപ്പാടും നടത്തുന്നില്ലട്ടോ. 8, ഇസ്തഅൽതും ബിഗുയൂബി ഇഖ്വാനിക്കും വനസീതും ഗുയൂബ അൻഫുസിക്കും. നിങ്ങൾ വ്യാപൃതരായിട്ടുള്ളത് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഐബുകളെ, ന്യൂനതകളെ പറ്റി പറയാനും അന്വേഷിക്കാനും കണ്ടെത്താനും അതിന്റെ പിന്നാലെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐബുകളെ സംബന്ധിച്ച്, ന്യൂനതകളെ സംബന്ധിച്ച് നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. 9, അക്കൽതും നിഅമ റബ്ബിക്കും വലൻ തശ്കുറൂഹ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അതിനൊക്കെ നിങ്ങൾ നന്ദി ചെയ്യുന്നുണ്ടോ? അൽ ആശിർ, 10, ദഫൻതും മൗതാക്കും വലൻ തഅതബിറൂ ബിഹിം. നിങ്ങൾ എത്ര മയ്യത്തുകളാണ് മറമാടിയത്, കഫൻ ചെയ്തത്,
ദഫൻ ചെയ്തത്, കബറടക്കിയത്, അതിന്റെ മറ്റ് അന്ത്യകർമ്മങ്ങൾ ഓരോന്നും നിർവഹിച്ചത്. വലന്ത എത്തബിറോബിഹിം, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പാഠങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ 10 കാരണങ്ങൾ കൊണ്ടാട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം ചോദിച്ചു, ഫകൈഫ യുസ്തജാബു ലക്കും, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും? ഇതാണ് ജീവിത ശൈലിയെങ്കിൽ, ഇങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകും, ഉത്തരം കിട്ടില്ല. അതായിരിക്കാം കാരണം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച 8 ചോദ്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ആ 8 കാര്യങ്ങൾ അടങ്ങുന്ന ആ സ്ലൈഡ് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ടിൽ വായിച്ചു നോക്കുക. ഈ കാര്യങ്ങൾക്കാണ് അള്ളാഹു ഉത്തരം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ യാ മൂസ എന്നാണ് പറഞ്ഞത്. മൂസ എന്ന് പേരെടുത്ത് വിളിക്കുകയാണ്. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമക്ക് വ്യക്തിപരമായി നൽകുന്ന പരിഗണനയും അടുപ്പവും അവിടെ വ്യക്താകുന്നുണ്ട്. മൂസ എന്ന് പറയുമ്പോ പേരെടുത്ത് വിളിക്കുമ്പോ നമ്മള് ഒന്നിച്ചിങ്ങനെ അഭിസംബോധന ചെയ്യല്ല. ഒരാളെങ്ങനെ പേരെടുത്ത് വിളിക്കുന്നത് ആരാ? നമ്മളെ മകനെ, മകളെ, അല്ലെങ്കിൽ അവന്റെ പേരെടുത്ത് നമ്മൾ വിളിക്കുമ്പോ പ്രത്യേകമായ പരിഗണന നൽകുന്നത് പോലെ അള്ളാഹു ഒരാളെ പേരെടുത്ത് വിളിക്കുമ്പോ യാ മൂസ, മൂസ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതാ നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാമൊക്കെ പ്രത്യേകിച്ച് ഭയപ്പാടോടെ നിൽക്കുന്ന, ഒരു വലിയ ശത്രുവിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന, ആ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളവർക്ക് അങ്ങനെ നിൽക്കുന്ന ഒരാളോട് മൂസ എന്ന് വിളിച്ചു പറയുമ്പോ മൂസാ നബിക്ക് ഉണ്ടാകുന്ന, ഭയപ്പാടോടെ നിൽക്കുന്ന ഒരു ദാസന് ഉണ്ടാകുന്ന ഇതിനേക്കാൾ വലിയൊരു ആശ്വാസം എന്താ കിട്ടാനുള്ളത്? വലിയൊരു ആശ്വാസമാണ് കിട്ടുന്നത്. നോക്ക് നിങ്ങൾ, വലക്കത് മനന്നാലേക്ക് മറത്തൻ അടുത്ത ആയത്ത്. അപ്പൊ ആ ഒരു വിഷയം പറഞ്ഞു. കഴിഞ്ഞ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഉത്തരം നൽകി, നിങ്ങളെ പരിഗണിച്ചു, ശ്രദ്ധിച്ചു, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇതിനു മുമ്പ് വലക്കത് മനന്നാലേക്ക് മറത്തൻ നിങ്ങൾക്ക് വേറൊരു തവണ, മറ്റൊരു പ്രാവശ്യം നിങ്ങൾക്ക് നാം മിന്നത്ത് നൽകിയിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, മന്ന അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. പഴയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, അലം യജിദക യതീമൻ ഫആവ വവജദക ളാല്ലം ഫഹദ വവജദക ആയിലം ഫഅഗ്ന എന്ന് പറഞ്ഞില്ലേ? പ്രവാചകരെ, നിങ്ങൾ യതീമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് സംരക്ഷണം നൽകി. നിങ്ങൾ വഴിപഴിച്ച ആളായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഹിദായത്ത് നൽകി. നിങ്ങൾ ദരിദ്രനായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ധന്യത നൽകി എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തിയതുപോലെ മൂസാ നബി അലൈഹിസ്സലാമയെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാണ് ഈ പഴയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? അള്ളാഹു ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതിലും വലിയ ചില കാര്യങ്ങൾ ഇവിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മൂസ, നീ ഇപ്പോൾ ചോദിച്ച സഹായം ഒന്നുമല്ലട്ടോ, ഇതിലും എത്രയോ വലുതും അസാധ്യമെന്ന് തോന്നുന്നതുമായ ഒരവസ്ഥയിൽ നിങ്ങൾ നേരത്തെ ജീവിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നെ നാം മുമ്പ് രക്ഷിച്ചു കൊണ്ടുപോന്നിട്ടുണ്ട് എന്ന് ഉറപ്പെടുത്താനാ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇതൊന്നും അല്ല നിങ്ങൾ ചോദിച്ച ഒന്നുമല്ല ചോദ്യങ്ങൾ. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ചോദിക്കാതെ തന്നെ, നിങ്ങളുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ, നിങ്ങൾ കുഞ്ഞായിരിക്കെ നമ്മളത് ഇടപെട്ട് അല്ലെങ്കിൽ അത് പരിഹരിച്ചു ഉണ്ടായിട്ടുണ്ട്. ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണിത്. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ അത് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ ചോദിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതെന്തിനാണ്? ഭാവിയിലെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ഒരാൾക്ക് ആത്മവിശ്വാസം നൽകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഭൂതകാലത്ത് അയാൾ നേടിയ വിജയങ്ങളെക്കുറിച്ച്, അയാൾക്ക് ലഭിച്ച സഹായങ്ങളെ സംബന്ധിച്ച് ഓർമ്മിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോ നിങ്ങളുടെ പഴയ കാലത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് എന്ന്, ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന്?
അവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ആ സമയങ്ങളിലൊക്കെ നൽകിയ, നിങ്ങൾ ചോദിച്ചിട്ടും ചോദിക്കാതെയും ഒക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികൾ എളുപ്പമാകും, ഒന്നും പ്രയാസപ്പെടേണ്ട, സമാധാനത്തോടുകൂടി ഇരുന്നോളൂ എന്ന സ്വാന്തനത്തിന്റെ വാക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹു ഇവിടെ ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. നിന്നെ ഒരു നിസ്സഹായനായ ശിശുവായിരുന്നപ്പോൾ നാം കൈവിട്ടിട്ടില്ല, പിന്നെയാണോ പ്രവാചകനായ നിങ്ങളെ ഇപ്പോൾ ഞങ്ങൾ കൈവിടുന്നത്? അതാണ് അതിന്റെ അർത്ഥം. നിസ്സഹായനായ ഒരു കുഞ്ഞായിരുന്നപ്പോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശിശുവായിരുന്ന, ഒരു കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ മൂസ നിങ്ങളെ നമ്മൾ കൈവിട്ടിട്ടില്ല, നിങ്ങളെ നാം സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെയാണോ അള്ളാഹുവിന്റെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നാം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഒരു പ്രവാചകനായി നിശ്ചയിച്ച നിങ്ങളെ പിന്നെ നമ്മൾ എങ്ങനെ കൈവിടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയൊരു സന്ദേശല്ലേ ഇവിടെ അള്ളാഹു നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമയോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന സഹായം ഒരു പുതിയ കാര്യമല്ല. നിങ്ങളുടെ അസ്തിത്വം തന്നെ, നിങ്ങൾ തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായത്, നിങ്ങളുടെ അസ്തിത്വം നിലനിന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ ജനിച്ച ഉടനെ നിങ്ങൾ വളർന്ന ആ ഒരു കൊട്ടാരം ഉണ്ടല്ലോ, അവിടെ നിങ്ങളെ വളർത്തിയ, നിങ്ങളെ സംരക്ഷിച്ചു പോന്ന ഒരു മാന്യയായ ഒരു സ്ത്രീ ഇല്ലേ, ആ കൊട്ടാരത്തിലെ രാജ്ഞിയായിരുന്ന അവരുടെ മടിത്തട്ടിലല്ലേ നിങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നത്? അവരുടെ സംരക്ഷണത്തിലല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നത്? ശത്രുവിന്റെ വീട്ടിൽ രാജകീയമായിട്ടല്ലേ നിങ്ങൾ വളർന്നത്? നിങ്ങൾക്ക് സ്നേഹം നൽകാൻ ആ ഒരു ഉമ്മ ഉണ്ടായിരുന്നില്ലേ? ആ ഉമ്മയെ പിന്നീട് ഫറോവ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉമ്മയുടെ സ്നേഹ നിർഭരമായ, മാത്രമല്ല രാജകീയമായ വിധത്തിൽ നിങ്ങൾക്ക് അവിടെ വളരാൻ സാധിച്ചു എന്നത് നിങ്ങൾ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു റബ്ബിന് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മുസ ഒരു പ്രയാസവും ഇല്ലട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ചോദിക്കുന്ന 8 അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഈ സ്ലൈഡിലുള്ളത്. അത് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അടുത്ത ആയത്തുകളിലായിട്ട് അത് വരുന്നുണ്ട്. ഉമ്മാക്ക് പഴയകാല 8 ആവശ്യങ്ങളല്ല, നേരത്തെ കഴിഞ്ഞുപോയ 8 കാര്യങ്ങളെ സംബന്ധിച്ച് മാതാവിന് അങ്ങനെ ഒരു തോന്നലുണ്ടായത്, അള്ളാഹുവിന്റെ പ്രത്യേക സഹായം അവിടെ ഉണ്ടായിട്ട് പ്രത്യേക സ്നേഹം മൂസാ നബിക്ക് കിട്ടുന്നത്, പ്രത്യേക പരിഗണനയിൽ വളർത്തപ്പെടുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഇവിടെ ഈ സ്ലൈഡിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോട്ട്സ് നിർബന്ധമായിട്ട് വായിച്ചു നോക്കിയെങ്കിലേ ആ കാര്യങ്ങൾ അറിയുള്ളൂ. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇത് ഉമ്മിക്കമായൂഹ, നിങ്ങളുടെ ഉമ്മക്ക് നാം ചില വഹിയുകൾ നൽകി. അതിന്റെ പഴയ ചരിത്രം പറയുന്നിടത്ത്, പഴയ കഥ പറയുന്നിടത്ത് ഒന്നാമത്തെ കാര്യം, ആ ഒന്നാമത്തെ സംഗതിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് പറയുമ്പോ ഉമ്മാക്ക് ഒരു പ്രത്യേക വഹി നൽകി എന്ന് പറയുമ്പോ ആരാണ് ഉമ്മ എന്നും ഉമ്മയുടെ കുടുംബം ഏതാണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നും മൂസ എന്ന ആ കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനം, അങ്ങനെ ആൺകുട്ടികൾ കൊല്ലപ്പെടാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് ഫറോവ എടുത്തിട്ടുള്ളത് എന്നുള്ള വിഷയങ്ങളൊക്കെ അതിന്റെ വിശദീകരണത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വളരെ ഹൃദയസ്പർശമായ ചിന്തനീയമായ ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്ന ആയത്തുകളാണ് ഉള്ളത്. ഇത് അടുത്ത ആഴ്ചയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളെ പറഞ്ഞതുപോലെ ഗസക്ക് വേണ്ടി, ഗസയിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നെറ്റും നമ്മുടെ മൊബൈലും എല്ലാ സൗകര്യങ്ങളും ഓഫ് ചെയ്യേണ്ട സമയമായി. നമ്മൾ ഓഫ് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാവിധ സമാധാനവും ശാന്തിയും നൽകുന്ന, മോചനം നൽകുന്ന, ആ നാടിന് സംരക്ഷണം നൽകുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമായി അള്ളാഹു നമ്മിൽ നിന്ന് ഈ കാര്യം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.